കരുനാഗപ്പള്ളി ജിം സന്തോഷ് കൊലക്കേസിൽ കസ്റ്റഡിയിലെടുത്ത 2 പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇതിനിടെ ആലുവയിൽ നിന്ന് പോലീസിന്റെ കൺമുന്നിൽ നിന്ന് രക്ഷപ്പെട്ടു. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു. പ്രതികൾക്ക് കൊടും ക്രിമിനലുകളുമായി ബന്ധമുള്ളതിന്റെ തെളിവുകളും ഇതിനോടകം തന്നെ പുറത്തുവന്നു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത കുക്കു എന്ന മനുവിനെയും രാജപ്പൻ എന്ന രാജീവിനെയും അറസ്റ്റാണ് ഇന്ന് ഉച്ചയോടെ രേഖപ്പെടുത്തിയത്. ഇതിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ള ആളാണ് രാജീവ് എന്ന് പോലീസ് പറയുന്നു. സന്തോഷിന്റെ വീട്ടിലേക്ക് 2 തവണ തോട്ടെറിഞ്ഞതായി രാജീവ് പോലീസിനോട് സമ്മതിച്ചതായിട്ടാണ് വിവരം. സന്തോഷിന്റെ വീടിന് മുന്നിൽ കിടന്ന ഡംബലെടുത്ത് അകത്ത് കടന്നു. തോട്ട വീണ് തകർന്ന സന്തോഷിന്റെ കാൽ ഡംബൽ കൊണ്ടും കൂടം കൊണ്ടും അടിച്ചു തകർത്തു. ഒളിവിലുള്ള പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കിയെന്ന് ASP അഞ്ജലി ഭാവന പറഞ്ഞു. അതായിട്ടില്ല, നമ്മൾ അറിയിക്കാം കേട്ടോ. അന്വേഷണം നടക്കുന്നുണ്ട്, പ്രതികളിലേക്ക് ഉടനെ. കഴിഞ്ഞ ആഴ്ച ചവറയിലെ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയുണ്ടായ തർക്കമാണ് സന്തോഷിനോട് പ്രതികാരത്തിനുണ്ടായ കാരണം. നേരത്തെയും പലതവണ ഓച്ചിറ സംഘവും കരുനാഗപ്പള്ളി സംഘവും തമ്മിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. സന്തോഷും പങ്കജും തമ്മിൽ വലിയ ശത്രുതയായിരുന്നു. ഇതിനിടെ പ്രതികൾക്ക് കൊടും ക്രിമിനലുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നു. കൊടിസുനി, മരട് അനീഷ് എന്നിവരുമായി അടുത്ത ബന്ധമുണ്ട്. തമ്മനം ഷാജിയുടെ മകളുടെ വിവാഹത്തിനും പങ്കജും ടീമും പങ്കെടുത്തിരുന്നു. അന്വേഷണം കൂടുതൽ ആളുകളിലേക്ക് വ്യാപിപ്പിക്കും. മനുവിനെയും രാജീവിനെയും വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ, കൊല്ലം.